செலிபிரிட்டி போல இருக்கா தியா செலிபிரிட்டி ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് വിത്ത് അനദർ വീഡിയോ. പക്ഷേ ഞാൻ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഗൈസ് നമ്മളെല്ലാവരും കൂടി ബെസന്റ് നഗർ ബീച്ചിൽ വന്നിരിക്കുക ഗൈസ്, ചെന്നൈയിൽ. കുറച്ച് നല്ലൊരു അടിപൊളിയാണ്. അപ്പം നമ്മളെ ചേട്ടനും കൂടി എത്തിയിട്ടുണ്ട് ഗൈസ്. പൊളിക്ക ബ്രോ. അപ്പോൾ ഗൈസ് നമ്മളെ ചെറുക്കന്മാരൊക്കെ ബാക്കിൽ ഇരിക്കുന്നുണ്ട് ഗൈസ്. വാ വാ, ഹായ് ഹായ്. ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടുന്ന് പെട്രോൾ അടിച്ച് പോയി. ഹലോ ഗായ്സ്, അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് ചെന്നൈയിൽ ബെസന്റ് നഗർ ബീച്ചിലോട്ട് ഇപ്പോൾ യാത്ര സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ ഗായ്സ് അവിടെ പോകുന്ന വേറൊരു പരിപാടിയുണ്ട്. നമ്മുടെ മോഹൻലാൽ ഏട്ടനും ശ്രീനിവാസ് ഏട്ടനും അഭിനയിച്ച ചെറിയൊരു ദുബായ് എന്ന് പറയുന്ന സ്ഥലം കൂടിയുണ്ട് ഗൈസ് ബെസന്റ് നഗർ ബീച്ചിൽ. സോ അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഗൈസ് നമ്മൾ ബൈക്കിൽ പോകുന്ന വിഷ്വൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് വരും. ഓക്കെ, ബൈ. I am who I'm meant to be. I am who I'm meant to be. Over and out again. My future needed clarity, so I could see how you react, how you react to me. ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ ബെസന്റ് നഗർ ബീച്ചിൽ ബൈക്കിംഗ് സെക്ഷൻ പാർക്കിലോട്ട് വന്നെത്തി. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ബൈക്ക് പാർക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് എല്ലാവരും പാർക്ക് ചെയ്തിട്ട് വരാം. This is Riyas, ഹിമാലയൻ പ്രോ റൈഡർ. ഗൈസ് വേറെ ലെവലായിരുന്നു നമ്മളെ ഹിമാലയൻ റൈഡർ റോഡിലൊക്കെ. ഇത് അമീർ. ഹായ് വാട്സാപ്പ്. അപ്പോൾ ഗൈസ് ഇവിടെയാണ് ഭയങ്കര പാർക്ക്, കൊച്ചുകുട്ടികളുടെ പാർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇവിടുത്തെ കുതിര. ഗൈസ് ഇതാണ് നമ്മുടെ ബെസന്റ് നഗർ ബീച്ച്. ഇവിടെ നമുക്ക് കുറേ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പ്രതിമകളാണ് ഗൈസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ കൊച്ചുകുട്ടികൾ കളിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടെ കുറേ ബൊമ്മകൾ എന്തോ കളിച്ച് മറ്റേ കളിയില്ലേ ഗൈസ്, കപ്പൊക്കെ എറിഞ്ഞ് കളിക്കണം, അത് കളിച്ച് കിട്ടുകയാണെങ്കിൽ ബൊമ്മ ഫ്രീ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ ബെസന്റ് നഗർ ബീച്ച്. അപ്പോൾ ഇവിടെ ഭയങ്കര എല്ലാവരും കോയിട്ട്. പിന്നെ ഇവിടെയാണ് ഗൈസ് ഫുഡ് കോർട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ഫുഡ് കോർട്ട് അല്ലേ? ഇല്ല, ബീച്ച്. അത് ബീച്ച് സൈഡ് സ്റ്റാൾ. നമ്മളെ ബീച്ചിനെ നോക്കി കഴിക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കസേരി, പിന്നെ ഒരു ചെറിയ സ്റ്റൂള് നടുക്കാണ്. ഇതാണ് ഇവിടുത്തെ നമ്മുടെ അല എന്ന് വെച്ചാൽ തെര. ഇവിടെ നൈറ്റും ആൾക്കാരുടെ കൂട്ടമുണ്ട്. നമുക്ക് അതിന് സൗണ്ട് എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയത്തില്ല, കാരണം ഇത് കടലും എൻ്റെ വോയിസും കൂടെ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയത്തില്ല ഗൈസ്. സോ ഇവിടെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ കടലിൻ്റെ അടുത്തിരുന്ന് തന്നെ കഴിക്കാനായിട്ടുള്ള കുറച്ച് ഫെസിലിറ്റീസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഒട്ടുമിക്ക ഭയങ്കര കടകളാണ് ഗൈസ്. ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ലൊരു ബീച്ചാണെന്ന് ഇതാണ്. ഇനിയുണ്ട് ഗൈസ്, നമ്മുടെ ചെന്നൈയിൽ കുറേ തരം ബീച്ചുകളുണ്ട്. മെറൈൻ ബീച്ച്, ഇതാണ് നമ്മൾ നിൽക്കുന്ന ബെസന്റ് നഗർ ബീച്ച്. സോ ഇവിടെ തന്നെ കുറേ നമുക്ക് പറയാം ഡ്രിങ്ക്സ് ഐറ്റംസ് തന്നെ കുറേ പലതരം പ്ലേസുകളിലൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ചോദിച്ചാൽ ഭയങ്കര ക്രൗഡാണ് നമുക്കിവിടെ കാണാൻ സാധിക്കാം. ബെസന്റ് നഗർ ബീച്ച്. பாடு ரியாஸ் தான் நம்ம இந்த ட்ரிப் மேக்கர்னு வேணும் சொல்லலாம். உன்ன மாதிரி அங்கங்க அடமொழி வச்சு வாழ்ற வழி இல்ல. நாங்க ஆண்டாண்டு காலமா பரம்பரை அடமொழியோட வாழ்ற குடும்பம்டா.
நாளைக்கு எங்க போலாம்டா? நாம் யாருக்கு என்ன தீங்கு செய்தோம்? நமக்கு மட்டும் ஏன் இப்படி எல்லாம் நடக்கிறது? என்னடா என்ன கேம்? அப்புறம் நான் உங்ககிட்ட விளையாட்டா பேசுற பூரா நீங்க நம்பிட்டீங்க. അപ്പൊ ഗൈസ് ഈ അടുത്ത് നമ്മളെ റിയാസിന്റെ കലാപരിപാടികൾ, റിയാസിന്റെ പാട്ട്, റിയാസ് പാടുക. வர்றேன் பூரா மொத்தமா என்னையவே குறி வச்சு வந்தா நான் என்னடா பண்றது? சமீர் என்ன சொல்லுவா? பெசன்ட் நகர் பீச்சில் நான் தான் பண்ணேன். ഹേ ഗായ്സ്, നമ്മുടെ നാടോടിക്കാറ്റ് സിനിമയിൽ മോഹൻലാലേട്ടനും ശ്രീനിവാസ് ഏട്ടനും എത്തിപ്പെടുന്ന ഒരു ചെറിയൊരു ദുബായ് എന്ന് പറഞ്ഞ് എത്തിപ്പെടുന്ന സ്ഥലമാണ് ഗൈസ് ഈ ഒരു ചെന്നൈയിൽ ബെസന്റ് നഗർ ബീച്ച്. ഈ ഒരു ആർച്ചിൻ്റെ ഫ്രണ്ടിലാണ് എത്തിപ്പെടുന്നത്. കാണുമ്പോൾ മനസ്സിലാവും. കേൾറാ என்ன வேணும்? கோல்ஸ் ഉണ്ടാക്കട്ടാ? അതൊക്കെ വെള്ളോദ്രി. ഹേ ഗൈസ്, അങ്ങനെ നമ്മുടെ ബെസന്റ് നഗർ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ബാക്കിൽ നമ്മളെ ചെറുക്കന്മാരൊക്കെ അവിടെ നിന്ന് സാധനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് അടിപൊളി ബീച്ച് എന്ന് വെച്ചാൽ വേറൊരു രക്ഷയില്ലാത്ത ബീച്ച്. ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ബീച്ച്. സോ ഇനി അടുത്ത് നമ്മൾ മെറൈൻ ബീച്ച് എന്നൊക്കെ പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ ഒരു വലിയൊരു ലോങ് ട്രിപ്പായിരിക്കും എന്നുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ സോ ഗൈസ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്നതിലേക്ക് ചാക്കിനടിച്ചോട്ടിക്ക് എന്താണ് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. സോ ഗൈസ്, നമുക്ക് ഞാൻ അടുത്തൊരു കിടിലൻ വീഡിയോ കാണാം. ഫസ്റ്റ് ക്ലോക്സ് எல்லா சிக்ஸ் பேக் இங்க தானே இருக்கும். எனக்கு இங்க இருக்கும், இப்படி இருக்கும், இங்க